സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ മാറ്റിപ്പണിതുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ രാഷ്ട്രത്തെ പ്രാകൃതമായ ഒരു രാഷ്ട്രമാക്കി തിരിച്ചുകൊണ്ടുപോകുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുകയാണെന്നും ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കടക്കൽ ജുനൈദ് വഖഫ് ബില്ല് പാസാക്കിയതിനെതിരെ കുമളിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ്. അവർ ഈ രാജ്യത്തെ മാറ്റി പണിതുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജിയുടെ വെടിവാറിലേക്ക് വെടിയുണ്ട വായിച്ച ഗോഡ്സെയുടെ പേരിൽ ഈ രാജ്യത്തെ മാറ്റി എഴുതുന്നതിന് വേണ്ടിയുള്ള കിരാതമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്തെ പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് ഏറ്റവും അധികം ലോകത്തിന് തന്നെ മാതൃകയായി എത്തിയിട്ടുള്ള ആധുനിക രാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ പ്രാകൃതമായ ഒരു രാഷ്ട്രമാക്കി തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വർണ്ണാശ്രമത്തിലേക്കുള്ള വ്യവസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസാക്കിയതിനെതിരെയാണ് കുമളിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ, ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ എന്നിവർ സംയുക്തമായിട്ടാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കുമളി ഹോളിഡേ ഹോമിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് അബ്ദുൽ സലാം നജ്മി അധ്യക്ഷത വഹിച്ച യോഗം ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീന്റെ പീരുമേട് മേഖലാ പ്രസിഡന്റ് മുജീബ് ഫലാഹി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കടക്കൽ ജുനൈദ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് റിയാസ് മന്നാനി, ഷിയാസ് മന്നാനി, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് ജാഫർ അബ്ദുൽ വഹാബ്, ജനറൽ സെക്രട്ടറി ലത്തീഫ് അബൂബക്കർ, ടി എച്ച് തമ്പി, മൈദീൻകുട്ടി, ടി എച്ച് അബ്ദുൽ സമദ് ഹാജി, കെ സി അൻസാരി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. പീരുമേട് താലൂക്കിലെ 17 പള്ളികളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.